ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജേണീനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ ഒരു റീലിട്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിങ്ങളോട്. അതായത് എനിക്കൊരു എക്സാം ഉണ്ട് കൊല്ലത്ത്, അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വന്ദേ ഭാരത് ട്രെയിനിലാണ്. അതിൻ്റെ അകത്തായിരുന്നു പോകുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലുള്ളൊരു കാഴ്ച നിങ്ങളിപ്പോൾ കാണുന്നത്. അതായത് അതിൽ നമുക്ക് രാവിലെ എത്തിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഓൾറെഡി വന്ദേ ഭാരത് യാത്ര ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും. എന്നാലും ഇതുവരെ അതിൽ കയറാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഒന്നാമത് എടുത്ത് തന്നെ. അവർ രാവിലെ തന്ന ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിൽ കേക്ക് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പിന്നെ ഫ്രൂട്ടി ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ എന്താ പറയുക, അതാ നിങ്ങളിപ്പോൾ ഇതാ വീണ്ടും കാണുന്നില്ലേ വീഡിയോൻ്റെ അകത്ത്. ഞാനിപ്പോൾ അത് പൊളിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോവായിരുന്നേ. അതിന് വേണ്ട ഫോർക്കും അതുപോലെ തന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ കത്തി പോലത്തെ സാധനം കയ്യിലുണ്ടായിരുന്നു. ഇതിലൊന്ന് കാണുന്നത് പരിപ്പ് കറിയാണ്. സാധാ നമ്മൾ തേങ്ങ അരച്ച് വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് പരിപ്പ് കറിയില്ലേ, ആ പരിപ്പ് കറിയാണ് ഒന്നിലുണ്ടായത്. പിന്നെ ഇതിപ്പോൾ നമ്മൾ കാണുന്നത് കേസരിയാണ്. എനിക്ക് ഇതിൻ്റെ അകത്തെല്ലാം വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു കേസരി. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈക പറഞ്ഞാൽ അത് എനിക്ക് തരുന്നിട്ട് തന്നേന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിനി. കാരണം ബാക്കിയൊന്നും അത്ര വലിയൊരിത് പറയാനൊന്നുമില്ല. ഇതൊരു ചട്നിയായിരുന്നു. ചട്നി മീൻസ് അതിൻ്റെ അകത്ത് തന്നെ എന്തുണ്ടായിരുന്നു, ഈ ഉപ്മാവ് പോലത്തെ സാധനമില്ലേ, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തരീൻ്റെ ഉപ്മാവാക്കുന്നില്ലേ, ആ തരീൻ്റെ ഉപ്മാവ് പോലത്തെ ഒരു സാധനം കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാനായിരിക്കും ചട്നി തന്നിട്ടുണ്ടാവുക. പിന്നെ വടയും ഉണ്ട് കേട്ടോ. വടക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ചട്നി അത് വെച്ചിട്ടുണ്ടാവുക. ഒരു വടയാണ് ആ കവറിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടാതെ അതിൻ്റെ അകത്ത് ഉള്ളത് ഈ ഒരു കേക്കാണേ. ഈ കേക്ക് കവറിലുണ്ടായിരുന്ന കേക്ക് അത് നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വേഗം എടുത്ത് വൈകാൻ്റെ അടുത്ത് വെച്ചു. എന്നാലും ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും അത് കഴിച്ചു നോക്കി. അപ്പം നമ്മളിപ്പോൾ അത് കഴിക്കാൻ വേണ്ടി തുടങ്ങിയേ. ഞാൻ ആ പരിപ്പ് കറി കുറച്ച് ആ ഒരു ഉപ്മാവിൻ്റെ അകത്ത് മിക്സാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. രാവിലെ തന്നെ വേറൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന ഫുഡ് എന്താ പറയണ്ടേ, ഇപ്പോൾ ആലോചിക്കുമ്പോൾ തിന്നാൻ തോന്നില്ലെങ്കിൽ ആ സമയത്ത് അത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി. കാരണം അമ്മാതിരി വിശപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല, നല്ല എന്താ പറയുക, വന്ദേ ഭാരതിനുള്ളിൽ എന്ന് വെച്ചാൽ നല്ല സിയും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അപ്പോൾ നമുക്ക് വേറെ മുഷിപ്പും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു ഇതിൽ ഇത് കഴിക്കാനൊക്കെ നല്ലൊരു വെറൈറ്റി എനക്കും ഫീൽ ചെയ്തു. പിന്നെ ഫുൾ സെറ്റപ്പ് തന്നെയാണല്ലോ. അതിൻ്റെ അകത്ത് സ്പൂൺ ഇതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയിലാണ് കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. വൈകി ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേക്ക്. അത് നല്ല സൂപ്പർ സാധനം. കഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന സാധനം തന്നെയാണ്. ഇതിനുള്ളിൽ ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റിലും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. വന്ദേ ഭാരതിൻ്റെ ഉള്ളിൽ നമ്മളിരുന്ന് അതിൻ്റെ ഉള്ളിലെ ഒരു വ്യൂ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. കണ്ടതാ, എല്ലാവരും ഉറക്കത്തിലാണ് ഉള്ളത്. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ഒരു ഉള്ളിലൊക്കെ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ള ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് മടുപ്പായിരിക്കുമല്ലേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല ഒരു എന്താ പറയുക, ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ AC, ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരിക്കാനും നല്ല കംഫർട്ടായിരുന്നു. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ എക്സാം ആയതുകൊണ്ട് ഒന്നിനും വലിയ എൻജോയ്മെൻറ്റ് മൂടൊന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഫുൾ ടൈം ഞാനത് ബുക്ക് വായിച്ചിട്ടും എഴുതിയിട്ടും അതിൻ്റെ പോയിൻ്റൊക്കെ ഓർത്തെടുത്തൊക്കെ ഇരിക്കുമായിരുന്നു. അതിലിടയ്ക്ക് വൈകി എടുത്ത് വെച്ചാൽ വീഡിയോ പഠിക്കുന്ന കാണിട്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണത്. പിന്നെ അതിന് ഞാനും കുറച്ച് വീഡിയോസെല്ലാം എടുത്തു. നമുക്കൊന്ന് സെൽഫി എടുക്കാൻ, റീലെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ ചെറിയ ഷോർട്ടും റീലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ എക്സാമിന് പോകുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ മൂഡില്ല. കാരണം എന്ന് വെച്ചാൽ എന്തായാലും കുറച്ച് ടെൻഷൻ ഉണ്ടാവില്ല ആർക്കായാലും. പോയിട്ട് എക്സാമിൽ എഴുതുമ്പം ഒരു ടെൻഷൻ തന്നെയല്ലേ. കഴിഞ്ഞ് വരുന്ന സമയത്ത് കുഴപ്പമില്ല, നല്ല റിലാക്സ് ആയിട്ട് വരാം. പക്ഷെ പോകുന്ന സമയത്ത് ഈ പറയുന്ന പോലെ അവിടെ എത്തി എക്സാമിന് കഴിയുന്നവരെ ഒരു സമാധാനമൊന്നുമില്ല. എല്ലാവരും വന്ദേ ഭാരതിനുള്ളിൽ കാണാത്തവരിലൊന്ന് കണ്ടോ കേട്ടോ. ആരെങ്കിലും വന്ദേ ഭാരത് ഉള്ളിൽ പോയിട്ടുണ്ടോ, ട്രാവൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് ഇതിന് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കണം കേട്ടോ. എനിക്കെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കയറുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള യാത്രയിൽ വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് വന്ദേ ഭാരതിലെ യാത്ര. ഒന്നാമത് മടുപ്പില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് പോലും നമുക്ക് അതിൻ്റെ ഒന്നും അറിയുന്നില്ല. ഒരു സൗണ്ട് പോലും നമുക്ക് ഉള്ളിൽ കേൾക്കില്ലല്ലോ.
അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. യാതൊരു സൗണ്ട് ഡിസ്റ്റർബൻസും ഇല്ല, ചൂടും കാര്യങ്ങളില്ല, എല്ലാം കൂടെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഫുഡിനോ വേറൊരു കാര്യത്തിനും പുറത്തേക്ക് തേടി പോകണ്ട. അറ്റ്ലീസ്റ്റ് വെള്ളം വാങ്ങാനെങ്കിൽ നമ്മൾ സാധാരണ ട്രെയിനിലേക്കാൻ പുറത്തേക്ക് പോകില്ലേ, പക്ഷേ വെള്ളമെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ അവർ കൊണ്ടുതരുന്നുണ്ട് തീരുന്നതനുസരിച്ച്. എന്തായാലും ബാക്കി നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബൈ ബൈ.